കോട്ടയം പൂഞ്ഞാറിൽ വൈദികന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം കനക്കുന്നു. ഈരാറ്റുപേട്ടയിൽ പോലീസ് നിഷ്ക്രിയമാണെന്നും പ്രീണന രാഷ്ട്രീയം മൂലം സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്നുവെന്നും BJP ആരോപിച്ചു. ഇന്നലെയാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചത്. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി ഒരു കൂട്ടം യുവാക്കൾ നടത്തിയ അക്രമം വിശ്വാസികളെയാകെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച ക്രമസമാധാന പ്രശ്നങ്ങൾ പെരുകുന്നത് കാരണം പ്രീണന രാഷ്ട്രീയമാണെന്നും പോലീസ് നിഷ്ക്രിയമാണെന്നും BJP മധ്യമേഖലാ അധ്യക്ഷൻ N. ഹരി ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ ജില്ലാ പോലീസ് മേധാവിയെയും മറ്റുള്ളവരെയും ഇടത് വലത് നേതാക്കളടക്കം ആക്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് മുഖം നോക്കാതെ നടപടിയെടുക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് ലഹരി ജിഹാദിനെ പറ്റി വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്നു, കോട്ടയം SP പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അടിയറ വെച്ച് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നേ വരെ ആ പുരോഹിതൻ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ വണ്ടികളുടെ നമ്പറുകൾ വരെയുണ്ട്. അവരുടെ പല പ്രത്യേക നാമധാരികളായതുകൊണ്ടാണോ പോലീസും അതുപോലെ തന്നെ ആളുകളും ആ നമ്പറും ആ വ്യക്തികളുടെ പേരുകൾ പോലും വെളിവിടാൻ സാധിക്കാത്തത്? പള്ളിക്ക് മുൻപിലെ കുരിശടിക്ക് സമീപം കാറുകളും ബൈക്കുകളും ഉപയോഗിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ അക്രമികളെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാൽ ചോദ്യം ചെയ്തതോടെയാണ് വൈദികനെ വാഹനമിടിപ്പിച്ച് അക്രമികൾ കടന്നുകളഞ്ഞത്. വൈദികന് കൈക്കും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. അക്രമികൾ സഞ്ചരിച്ച വാഹനങ്ങളുടെ ചിത്രങ്ങൾ നാട്ടുകാർ പോലീസിന് കൈമാറിയിരുന്നു. വൈദികന് നേരെയുണ്ടായത് സംഘടിതാക്രമണമെന്നാണ് വിശ്വാസികളുടെ ആരോപണം. അക്രമികൾക്കെതിരെ കടുത്ത നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകി. ജനം, കോട്ടയം.